ഫ്രണ്ട്സ്, എസ് ഹബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ktet എക്സാമിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഡിസ്കസ് ചെയ്തല്ലോ. അതിൻ്റെ ബാക്കിയായിട്ടാണ് ഈ ഒരു വീഡിയോയുമായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിയിട്ടുള്ളത്. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ഒരു ഹബിൻ്റെ ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു ചാനൽ ഫോളോ ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യും. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. Question number 121. Which among the following methods will be more appropriate for teaching history? ഹിസ്റ്ററി പഠിപ്പിക്കാൻ വേണ്ടി ഏറ്റവും നല്ല മെത്തേഡ് ഏതാണ് എന്നാണ് ചോദ്യം. ഇവിടെ ആൻസറായിട്ട് കൊടുത്തിട്ടുള്ളത് ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ എ സോഴ്സ് മെത്തേഡാണ് ആൻസറായിട്ട് കൊടുത്തിട്ടുള്ളത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, സോഷ്യൽ സയൻസ് ഡസ് നോട്ട് ഡീൽ വിത്ത് ദി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ. സോഷ്യൽ സയൻസിൽ ഡീൽ ചെയ്യാത്ത റിലേഷൻഷിപ്പ് ആരൊക്കെ തമ്മിലുള്ളതാണ് എന്നാണ് ചോദ്യം. അപ്പോൾ മെൻ ആൻഡ് സൊസൈറ്റി, മെൻ ആൻഡ് സ്പിരിറ്റ്, ഇതൊക്കെ സോഷ്യൽ സയൻസിൽ ഡീൽ ചെയ്യുന്നതാണ്. അതേസമയം മെൻ ആൻഡ് എൻവിറോൺമെൻറ്റ് എന്നുള്ളത് നാച്ചുറൽ സയൻസിൽ ഡീൽ ചെയ്യുന്ന ഒരു സബ്ജക്റ്റായിട്ട് കാണാം. നെക്സ്റ്റ് 123. എക്സ്പ്ലിസിറ്റ് ഔട്ട്കംസ് ഓഫ് മോഡൽസ് ഓഫ് ടീച്ചിങ് ആർ. എക്സ്പ്ലിസിറ്റ് ഔട്ട്കംസ് അതുപോലെ ഇൻട്രിൻസിക് ഔട്ട്കംസ്, ഇങ്ങനെ രണ്ട് ഔട്ട്കംസ് ആയിട്ട് മോഡൽസ് ഓഫ് ടീച്ചിങ് ഉണ്ട്. അതിൽ എക്സ്പ്ലിസിറ്റ് ഔട്ട്കംസ് ഓഫ് മോഡൽസ് ഓഫ് ടീച്ചിങ് എന്ന് പറയുന്നത് ഏതാണ്? നോൺ കോഗ്നിറ്റീവ് എഫക്ട്സ് ആണ് ആൻസറായിട്ട് പറയുന്നത്. 124ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് എ കോർ കരിക്കുലം ഏരിയ സജസ്റ്റഡ് ബൈ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 1986. അപ്പോൾ കോർ കരിക്കുലം ഏരിയ NEP 1986 NEP പ്രകാരം കോർ കരിക്കുലം ഏരിയ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. ഇഗലിറ്റേറിയനിസം, ഡെമോക്രസി ആൻഡ് സെക്യുലറിസം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് എ കൺവെൻഷണൽ റെഫറൻസ് മെറ്റീരിയൽ ഇൻ സോഷ്യൽ സയൻസ്. അപ്പോൾ നമുക്കറിയാം റെഫറൻസ് മെറ്റീരിയൽസ് കൺവെൻഷണൽ ആൻഡ് നോൺ കൺവെൻഷണൽ മെറ്റീരിയൽസ് ഉണ്ട്. അതിൽ കൺവെൻഷണൽ മെറ്റീരിയൽ ഏതാണ് എന്നാണ് ചോദ്യം. സോഷ്യൽ സയൻസിലുള്ള കൺവെൻഷണൽ റെഫറൻസ് മെറ്റീരിയൽ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും എൻസൈക്ലോപീഡിയാസ് ആണ് കൺവെൻഷണൽ റെഫറൻസ് മെറ്റീരിയൽ ഇൻ സോഷ്യൽ സയൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് എ ടൂൾ ടു അനലൈസ് കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ടീച്ചർ ആൻഡ് സ്റ്റുഡൻറ്റ്. ഒരു ടീച്ചറും സ്റ്റുഡൻറ്റും തമ്മിലുള്ള ഒരു അനാലിസിസ് പഠിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന ഒരു ടൂൾ ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ഇതിൽ ഓപ്ഷൻ കൊടുത്തിട്ടുള്ളത് മൈക്രോ ടീച്ചിങ്, അതുപോലെ ആക്ഷൻ റിസർച്ച്, ഫിയാക്സ് ആൻഡ് കേസ് സ്റ്റഡി. മൈക്രോ ടീച്ചിങ്, ആക്ഷൻ റിസർച്ച്, ഫിയാക്സ് ആൻഡ് കേസ് സ്റ്റഡി. ഇതിൽ ആൻസറായിട്ട് പറയുന്നത് മൈക്രോ ടീച്ചിങ് ആണ്. ഒരു ടീച്ചറും സ്റ്റുഡൻറ്റും തമ്മിലുള്ള ആ ഒരു കമ്മ്യൂണിക്കേഷൻ പഠിക്കാനുള്ള ഒരു ടൂൾ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഹൂ എമംഗ് ദി ഫോളോയിങ് സൈക്കോളജിസ്റ്റ് കോൺട്രിബ്യൂട്ടഡ് ഫോർ റിവൈസ്ഡ് ബ്ലൂംസ് ടാക്സോണമി. നമുക്കറിയാം ബ്ലൂംസ് ടാക്സോണമി ഉണ്ട്. ഇതിനെതിരെ വന്നിട്ടുള്ള മറ്റൊരു അതിൻ്റെ ഒരു റിവൈസ്ഡ് ഫോമാണ് റിവൈസ്ഡ് ബ്ലൂംസ് ടാക്സോണമി എന്ന് പറയുന്നത്. അപ്പോൾ ബ്ലൂംസ് ടാക്സോണമി കൊണ്ടുവന്നത് ആരാണ്? ബെഞ്ചമിൻ എസ് ബ്ലൂം ആണ്. അതുപോലെ റിവൈസ്ഡ് ബ്ലൂംസ് ടാക്സോണമി കൊണ്ടുവന്നത് ലോറിൻ W ആൻഡേഴ്സൺ ആണ് റിവൈസ്ഡ് ബ്ലൂംസ് ടാക്സോണമി കൊണ്ടുവന്നിട്ടുള്ള വ്യക്തി എന്ന് പറയുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് ദ സോഴ്സ് ഓഫ് നാഷണൽ ഗോൾസ് ഓഫ് ഇന്ത്യ. സോഴ്സ് ഓഫ് നാഷണൽ ഗോൾസ് ഓഫ് ഇന്ത്യ എന്നാണ് ക്വസ്റ്റ്യൻ. ഇവിടെ ആൻസറായിട്ട് കൊടുക്കുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ആണ്. അപ്പോൾ നാഷണൽ ഗോളിൻ്റെ പ്രധാനപ്പെട്ട സോഴ്സ് എന്ന് പറയുന്നത് എന്താണ്? തീർച്ചയായിട്ടും നമ്മുടെ ഇന്ത്യൻ ഭരണഘടന തന്നെയാണ് എന്ന് മനസ്സിലാക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഹിസ്റ്റോറിക്കൽ സോഴ്സ് റിക്വയർസ് ഡിസിഫർമെൻറ്റ് ഓഫ് ലാംഗ്വേജസ്. ഈ ഡിസിഫർമെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? റീഡിങ്. അപ്പോൾ ഈ ഏത് സോഴ്സ് പ്രകാരമാണ് നമ്മൾ ലാംഗ്വേജസ് റീഡ് ചെയ്യാനുള്ള ഒരു അവസരം ഹിസ്റ്ററിയിൽ വരുന്നതെന്നാണ് ചോദ്യം. അപ്പോൾ ഇവിടെ തീർച്ചയായിട്ടും ആർക്കിയോളജിക്കൽ സോഴ്സസിലാണ് നമ്മൾ ഈ ഒരു ഡിസിഫർമെൻറ്റ് ഓഫ് ലാംഗ്വേജസ് എന്നുള്ള ആ ഒരു പഠന രീതി അവിടെ നടപ്പിലാക്കുന്നത്. ആർക്കിയോളജി എന്ന് പറഞ്ഞാൽ എന്താ? പുരാവസ്തു ഗവേഷണ ശാസ്ത്രം എന്ന് പറയില്ലേ മലയാളത്തിൽ. അതായത് ഈ ത്രൂ എക്സ്കവേഷനിലൂടെ അല്ലെങ്കിൽ ഖനനം നടത്തിയതിലൂടെയുള്ള റിമൈൻസിനെയാണ് ആർക്കിയോളജിക്കൽ റിമൈൻസ് ആണ് ഇത് ആർക്കിയോളജിക്കൽ സോഴ്സസ് എന്ന് പറയുന്നത്. 130ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് എ മോഡൽ ഓഫ് ടീച്ചിങ് ഫ്രം പേഴ്സണൽ ഫാമിലിയിലുള്ള മോഡൽ ഓഫ് ടീച്ചിങ് എന്ന് പറയുന്നത് ഏതാണ്? കോൺസെപ്റ്റ് അറ്റൈൻമെൻറ്റ് മോഡൽ. CAM എന്ന് പറയും, CAM എന്ന് പറയും, കോൺസെപ്റ്റ് അറ്റൈൻമെൻറ്റ് മോഡൽ. ഓക്കെ, ഇനി 150 ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഇനി നമുക്ക് ബാക്കി ക്വസ്റ്റ്യനും കൂടി ഡിസ്കസ് ചെയ്യാം. 131ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് എമംഗ് ദി ഫോളോയിങ് ഈസ് എൻ എക്സാമ്പിൾ ഫോർ ഇൻ്റർഡിസിപ്ലിനറി കോറിലേഷൻ ഇൻ സോഷ്യൽ സയൻസ്. ഇൻ്റർഡിസിപ്ലിനറി കോറിലേഷൻ ഇൻ സോഷ്യൽ സയൻസ്. ആൻസറായിട്ട് പറയുന്നത് കോറിലേഷൻ ബിറ്റ്വീൻ ഹിസ്റ്ററി ആൻഡ് ജിയോഗ്രഫി.
അപ്പോൾ ഇൻ്റർ ഡിസിപ്ലിനറി കോറിലേഷൻ എന്ന് പറയുന്നത് ആരൊക്കെ തമ്മിലാണ്? ഹിസ്റ്ററിയും അതുപോലെ ജോഗ്രഫിയും തമ്മിലാണ്. നെക്സ്റ്റ്, വിച്ച് ഈസ് എ സ്ട്രാറ്റജി ടു ബ്രിങ് കമ്മ്യൂണിറ്റി ടു സ്കൂൾ, അതായത് കമ്മ്യൂണിറ്റി ടു സ്കൂൾ. അപ്പോൾ ഏറ്റവും വലിയ സ്ട്രാറ്റജി കമ്മ്യൂണിറ്റിയെ കുറിച്ച് പഠിക്കാൻ, അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റിയെ സ്കൂളിനെ ഒരു കമ്മ്യൂണിറ്റിയുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റിയ ഏറ്റവും വലിയ സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഏതാണ്? തീർച്ചയായിട്ടും ഫീൽഡ് ട്രിപ്പാണ്. ഫീൽഡ് ട്രിപ്പ് നടത്തുക എന്നുള്ളതാണ്. നെക്സ്റ്റ്, വിച്ച് ഈസ് എൻ ആക്ടിവിറ്റി എയ്ഡ് ഇൻ സോഷ്യൽ സയൻസ്. ആക്ടിവിറ്റി എയ്ഡ്, അതായത് പഠനോപകരണങ്ങൾ, അതിലെ ആക്ടിവിറ്റി എയ്ഡ് എന്ന് പറയുന്നത് ഏതാണ്? ഡയോറമ. ഓവർഹെഡ് പ്രൊജക്ടർ, പ്രോഗ്രാംഡ് ലേണിംഗ് എന്നൊക്കെ പറയുന്നത് ഏതാണ്? നമ്മൾ ബൈ യൂസ് ഓഫ് ഇൻ്റർനെറ്റൊക്കെയാണ് ഈ ഓവർഹെഡ് പ്രൊജക്ടർ എന്നൊക്കെ പറയുന്നത്. നെക്സ്റ്റ്, പ്രോബ്ലം സോൾവിങ് മെത്തേഡ് എന്ന് പറയുന്നത് ഇറ്റ് വാസ് എൻ ഇൻഡക്റ്റീവ് മെത്തേഡ്. ഡിഡക്റ്റീവ് ആൻഡ് ഇൻഡക്റ്റീവ് മെത്തേഡ് നമുക്കറിയാം. ഡിഡക്റ്റീവ് എന്ന് പറയുന്നത് ഒരു ജനറൽ ടു പെർട്ടിക്കുലർ എന്നാണ് ഡിഡക്റ്റീവ് എന്ന് പറയുന്നത്. അതേസമയം ഇൻഡക്റ്റീവ് എന്ന് പറയുന്നത് പെർട്ടിക്കുലർ ടു ജനറൽ ആയിട്ടുള്ള ഒരു മെത്തേഡാണ് ഇൻഡക്റ്റീവ് മെത്തേഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് 135, ലേണിംഗ് ഔട്ട്കംസ് എന്ന് പറയുന്നത് എക്സ്പെക്റ്റഡ് ചേഞ്ചസ് ഇൻ ലേണർ ആഫ്റ്റർ എ കോഴ്സ് ഓഫ് ഇൻസ്ട്രക്ഷൻ. അപ്പോൾ നമുക്കറിയാം, നമ്മൾ ഇപ്പോൾ ktet പോലുള്ള എക്സാം എഴുതുന്നത് എന്തിനാണ്? ടീച്ചറാവാൻ വേണ്ടിയാണ് അല്ലേ? അപ്പോൾ നമ്മൾ പഠിപ്പിച്ച കാര്യങ്ങൾ ഒരു കുട്ടിക്ക് മനസ്സിലായി, നമ്മുടെ ഔട്ട്കംസ്, ലേണിംഗ് ഔട്ട്കംസ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്താണ്? ഈ കുട്ടിയിലുണ്ടാകുന്ന നമുക്ക് എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ചേഞ്ചസ് ആണല്ലേ. അപ്പോൾ എക്സ്പെക്റ്റഡ് ചേഞ്ചസ് ഇൻ ലേണർ ആഫ്റ്റർ എ കോഴ്സ് ഓഫ് ഇൻസ്ട്രക്ഷൻ. അപ്പോൾ അതിനെ നമ്മൾ ഔട്ട്കംസ് അളക്കാൻ വേണ്ടിയിട്ടാണ് പ്രധാനപ്പെട്ട ഫോർമാറ്റീവ്, സമ്മേറ്റീവ് വാല്യൂഷൻ എന്നൊക്കെ പറയുന്നത്. സമ്മേറ്റീവ് വാല്യൂഷനൊക്കെയാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ലേണിംഗ് ഔട്ട്കംസ് ചെയ്യാനുള്ള ഏറ്റവും വലിയ രീതി എന്ന് പറയും. അപ്പോൾ എക്സ്പെക്റ്റഡ് ചേഞ്ചസ് ഇൻ ലേണർ ആഫ്റ്റർ എ കോഴ്സ് ഓഫ് ഇൻസ്ട്രക്ഷൻ, അതാണ് ലേണിംഗ് ഔട്ട്കംസ് ആയിട്ട് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് എ ബേസിക് പ്രിൻസിപ്പിൾ ഓഫ് പ്രോജക്റ്റ് മെത്തേഡ്. പ്രോജക്റ്റ് മെത്തേഡിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഏതാണ്? യൂട്ടിലിറ്റിയാണ്. യൂട്ടിലിറ്റി എന്ന് പറയുന്ന ടേം ആദ്യമായിട്ട് കൊണ്ടുവന്നത് ആരാണ്? ജെർമി ബെന്താം. യൂട്ടിലിറ്റേറിയനിസത്തിൻ്റെ പിതാവ് എന്ന് പറയുന്നത് ആരാണ്? ജെർമി ബെന്താം. യൂട്ടിലിറ്റേറിയനിസം. അപ്പോൾ ബേസിക് പ്രിൻസിപ്പിൾ ഓഫ് പ്രോജക്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് എന്താണ്? യൂട്ടിലിറ്റിയാണ്. നെക്സ്റ്റ്, കരിക്കുലം എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് വാസ് എ പ്രോഡക്റ്റ്, ഇറ്റ് വാസ് എ പ്രോസസ്, ബോത്ത് പ്രോസസ് ആൻഡ് പ്രോഡക്റ്റ്, നെതർ പ്രോസസ് നോർ പ്രോഡക്റ്റ്. ആൻസറായിട്ട് പറയുന്നത് ഓപ്ഷൻ എ ആണ്. ഇറ്റ് വാസ് എ പ്രോസസ്. കരിക്കുലം എന്ന് പറയുന്നത് അതൊരു പ്രോസസ്സാണ്. കൺസിസ്റ്റൻസി ഓഫ് ടെസ്റ്റ് റിസൾട്ട് ഈസ്, ഒരു ടെസ്റ്റ് റിസൾട്ടിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് അതിൻ്റെ റിലയബിലിറ്റി ആയിരിക്കും. വിച്ച് ഈസ് എൻ ആക്ഷൻ വെർബ് അണ്ടർ ദി കൊഗ്നിറ്റീവ് പ്രോസസ് അപ്ലൈ എന്ന് പറയുന്നതിൻ്റെ ആക്ഷൻ വെർബ് എന്ന് പറയുന്നത് എന്താണ്? കൺസ്ട്രക്റ്റ് എന്നാണ് അതിൻ്റെ ആൻസർ. നെക്സ്റ്റ് 140 ക്വസ്റ്റ്യനാണ്. എന്താണ് TPAC എന്ന് പറയുന്നത്? TPAC എന്ന് പറയുന്നത് ടെക്നോ പെഡഗോജിക്കൽ കണ്ടൻറ്റ് നോളേജ്. ഓപ്ഷൻ സി ആണ് ആൻസറായിട്ട് പറയുന്നത്. TPACൻ്റെ ഫുൾ ഫോമാണ് ടെക്നോ പെഡഗോജിക്കൽ കണ്ടൻറ്റ് നോളേജ്. ഇനി 141 ക്വസ്റ്റ്യൻ, കരിക്കുലം ഓർഗനൈസേഷൻ അപ്രോച്ച് ബേസ്ഡ് ഓൺ ജസ്റ്റാൾട്ട് സൈക്കോളജി. അപ്പോൾ ജസ്റ്റാൾട്ട് സൈക്കോളജി പ്രകാരം കരിക്കുലം അപ്രോച്ച് എന്ന് പറയുന്നത് അതൊരു സ്പൈറൽ അപ്രോച്ച് ആയിരിക്കും. അതായത് നമുക്കറിയാം സ്പൈറൽ ബാൻഡ് എന്നൊക്കെ പറയില്ലേ, ചെറുതിൽ നിന്ന് വലുതിലേക്കൊക്കെ പോകുന്ന ഒരു അപ്രോച്ച്, സ്പൈറൽ അപ്രോച്ച്. നെക്സ്റ്റ്, ദി ഹയസ്റ്റ് ലെവൽ ഇൻ ദി നോളേജ് ഡൊമൈൻ ഓഫ് റിവൈസ്ഡ് ബ്ലൂംസ് ടാക്സോണമി. മാറിപ്പോകരുത്, ബ്ലൂംസ് ടാക്സോണമി അല്ല ചോദിക്കുന്നത്. റിവൈസ്ഡ് ബ്ലൂംസ് ടാക്സോണമിയിലെ ഹയസ്റ്റ് ലെവൽ, നോളേജ് ഡൊമൈനിലെ ഹയസ്റ്റ് ലെവൽ എന്ന് പറയുന്നത് ഏതാണ്? മെറ്റാ കൊഗ്നിറ്റീവ് നോളേജ് ആണ് ആൻസറായിട്ട് പറയുന്നത്. മെറ്റാ കൊഗ്നിറ്റീവ് നോളേജ്. വിച്ച് ഈസ് ദ ബെസ്റ്റ് ഡിഫിക്കൽട്ടി ഇൻഡെക്സ് ഓഫ് എ ടെസ്റ്റ് ഐറ്റം. ഒരു ടെസ്റ്റ് ഐറ്റത്തിൻ്റെ ബെസ്റ്റ് ഡിഫിക്കൽട്ടി ഇൻഡെക്സ് എന്ന് പറയുന്നത് 0.73 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, CGPA എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം, ക്യുമുലേറ്റീവ് ഗ്രേഡ് പോയിൻ്റ് ആവറേജ് ആണ്. ഇന്ന് സെമസ്റ്റർ വൈസ് ഡിഗ്രി PG ഒക്കെ ചെയ്തവരാണ് നമ്മൾ. അപ്പോൾ നമുക്കറിയാം CGPA എന്ന് പറയുന്നത് ക്യുമുലേറ്റീവ് ഗ്രേഡ് പോയിൻ്റ് ആവറേജ് ആണ് എന്നുള്ളത് നമുക്ക് അറിയുന്ന കാര്യമാണ്. നെക്സ്റ്റ്, ഒബ്ജക്റ്റീവ് ഓഫ് എ ടെസ്റ്റ് ഐറ്റം ഇംപ്ലൈസ്, ഒബ്ജക്റ്റിവിറ്റി ഓഫ് എ ടെസ്റ്റ് ഐറ്റം ഇംപ്ലൈസ് ഇമ്പാർഷ്യാലിറ്റി. അതായത് ഒബ്ജക്റ്റിവിറ്റി എന്ന് പറയുന്നത് എന്താണ്? ഒരു നിഷ്പക്ഷത, വസ്തുനിഷ്ഠത എന്നൊക്കെ പറയില്ലേ, ഒരു നിഷ്പക്ഷതാപരമായിട്ടുള്ള ഒരു കാര്യമാണ് ഒബ്ജക്റ്റിവിറ്റി എന്ന് പറയും. അപ്പോൾ ഒബ്ജക്റ്റിവിറ്റി ഓഫ് എ ടെസ്റ്റ് ഐറ്റം എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ഇമ്പാർഷ്യാലിറ്റിയാണ് അവിടെ കാണിക്കുന്നത്. വിച്ച് ഈസ് നോട്ട് എ പാർട്ട് ഓഫ് പെഡഗോജിക്കൽ അനാലിസിസ്. ഒരു പെഡഗോജിക്കൽ അനാലിസിസിൻ്റെ പാർട്ട് അല്ലാത്തത് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. അവിടെ ആൻസറായിട്ട് പറയുന്നത് അനാലിസിസ് ഓഫ് ലേണിംഗ് ഔട്ട്കംസ്. ഓപ്ഷൻ എ ആണ്
ആൻസറായിട്ട് പറയുന്നു. അനാലിസിസ് ഓഫ് ലേണിംഗ് ഔട്ട്കംസ്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് എ ലേണിംഗ് മാനേജ്മെൻറ്റ് സിസ്റ്റം? ലേണിംഗ് മാനേജ്മെൻറ്റ് സിസ്റ്റം മൂഡിലാണ് ലേണിംഗ് മാനേജ്മെൻറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. കോൺസെപ്റ്റ് മാപ്പിംഗ് ടെക്നിക് വാസ് ഡെവലപ്ഡ് ബൈ. കോൺസെപ്റ്റ് മാപ്പിംഗ് ടെക്നിക്, അതായത് കോൺസെപ്റ്റ് മാപ്പ് എന്ന് പറയുന്ന ഒരു ടെക്നിക്ക് ഡെവലപ്പ് ചെയ്തിട്ട് തീർച്ചയായിട്ടും ജോസഫ് നോവക്കാണ് കോൺസെപ്റ്റ് മാപ്പിംഗ് ടെക്നിക്ക് ഡെവലപ്പ് ചെയ്തിട്ടുള്ള വ്യക്തി. ഇനി സെൽഫ് അസസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? സെൽഫ് അസസ്മെൻറ്റ് ആസ് ലേണിംഗ് എന്ന് പറയുന്നത് ഇറ്റ് വാസ് എ സെൽഫ് അസസ്മെൻറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ അസസ്മെൻറ്റ് ആസ് ലേണിംഗ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് ദി കറക്റ്റ് സീക്വൻസ് ഇൻ ഹെർബർട്ടിയൻ അപ്രോച്ച് ടു ലെസൺ പ്ലാനിങ്? ഇതിൻ്റെ ഒരു കറക്റ്റ് സീക്വൻസ് സ്റ്റെപ്സ് എന്താണെന്നാണ് ചോദ്യം. ഓപ്ഷൻ ബി ആണ് പ്രിപ്പറേഷൻ, പ്രസൻറ്റേഷൻ, അസോസിയേഷൻ, ജനറലൈസേഷൻ, അപ്ലിക്കേഷൻ, റീക്യാപിറ്റുലേഷൻ. ഒന്നുകൂടെ പറയാം, പ്രിപ്പറേഷൻ, പ്രസൻറ്റേഷൻ, അസോസിയേഷൻ, ജനറലൈസേഷൻ, അപ്ലിക്കേഷൻ, റീക്യാപിറ്റുലേഷൻ. ഇത്രയാണ് ഈ ഒരു PDF നമുക്ക് പറയാനുള്ളത്. അപ്പോൾ ഇനിയും ktet എക്സാം അതിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഈ വരുന്ന HSAക്ക് നമുക്കിതൊരു ഭയങ്കര ഒരു ബെനിഫിറ്റായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളത് തന്നെ നമുക്ക് ഉറപ്പിക്കാം. എല്ലാവർക്കും ktet എഴുതുന്നവർക്ക് ktetഉം അതുപോലെ ഇനി HSA എഴുതാൻ പോകുന്നവർക്ക് HSA PSC റാങ്ക് ലിസ്റ്റിൽ വരട്ടെ എന്നും ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് ഓക്കെ, താങ്ക് യു.